ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ് കേട്ടോ. നമ്മുടെ 3-ാം മാസം സ്കാനായ NT സ്കാനിൻ്റെയും പിന്നെ ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റിൻ്റെയും റിസൾട്ട് ഇന്ന് കിട്ടും. അതുകൊണ്ട് നമുക്കിന്ന് ഡോക്ടറെ കാണാൻ പോകണം. 3 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നാണ് ഡേറ്റ്. അപ്പോൾ നമ്മൾ നേരെ ആദ്യം ലാബിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് മേടിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിനടുത്ത് പോകുന്ന വഴിക്ക് നമ്മുടെ റോഡ് പണി നടക്കുവാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും മെറ്റിലെ കൊണ്ടേക്കുവാണ്. അപ്പം ബൈക്ക് സൈഷേട്ടൻ ആദ്യമേ പോയി ബൈക്കിൽ മോനെയും കൊണ്ട് ഞാൻ നടന്നു പോവാണ്. അത് കഴിഞ്ഞ് നല്ല റോഡ് എത്തിയപ്പോഴത്തേക്ക് സൈഷേട്ടൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എന്നെ കാത്ത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് രാവിലെ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല. നമ്മൾ ഒരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നേരത്തെ പോകണം. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല വാഴക്കൃഷിയൊക്കെ ഉണ്ട്, നല്ല സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മൾ പോയി ഒരു ചായക്കട കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അബിക്കുട്ടന് ഇടിയപ്പവും മുട്ടയും പിന്നെ കറി കൊടുത്തില്ല, അവന് എരിവ് ഇഷ്ടമല്ല. ഞാൻ അപ്പവും മുട്ടക്കറിയാണ്, പിന്നെ സൈഷേട്ടന് അപ്പം മുട്ടക്കറിയാണ് കേട്ടോ. ദോശയൊക്കെ തിന്ന് മടുത്തത് കൊണ്ടാണ്, ഡെയിലി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ടാണ് അപ്പം മേടിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്രയായിട്ട് നമ്മൾ ആദ്യം ലാബിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് ലാബാണ്. നമ്മുടെ ഈ ബ്ലഡ് ടെസ്റ്റ് ഡബിൾ മാർക്കർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജനിക്കാൻ പോണ കുഞ്ഞിന് ജനറ്റിക് പ്രോബ്ലം വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ചെയ്ത 3 ദിവസം ആണ് ഇതിൻ്റെ കാലാവധി. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ. തമിഴ്നാട്ടിലെ വെട്ടുമണി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചെന്ന ഉടൻ തന്നെ നമ്മൾ OPയിൽ ടിക്കറ്റ് എടുക്കണം. അപ്പം OPയിലൊക്കെ നല്ല തിരക്കാണ്, ജെൻസിൻ്റെ ക്യൂലൊക്കെ കുറവാണ്. അപ്പോൾ സൈഷേട്ടനാണ് OP എടുക്കുന്നത് എനിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ഹാപ്പിയായി, പെട്ടെന്ന് ഡോക്ടറെ കാണാമല്ലോ. നമുക്ക് ഈ റിസൾട്ട് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. 3 ദിവസം കൊണ്ട് ഈ ടെൻഷൻ അടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പം നേരെ ചെന്ന് സിസ്റ്റർ നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്യും, പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുക്കും. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഡോക്ടർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ തിരക്ക് കുറഞ്ഞിരുന്നത്. ആദ്യം ടിക്കറ്റ് എടുത്തവർ എല്ലാവരും വെളിയിൽ കാത്തു നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കാൻ റിപ്പോർട്ട് ഇതാണ്. അതിൽ സ്ക്രീൻ നെഗറ്റീവ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സമാധാനം ഉണ്ട്, എന്നിരുന്നാലും മനസ്സിലൊരു വിഷമമുണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് നോക്കിയപ്പോൾ ഡോക്ടർ സ്കാൻ റിപ്പോർട്ടിലൊന്നും നോർമലാണ്, ഒരു കുഴപ്പമില്ല, ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കരച്ചിലും വരുന്നു, സങ്കടം വരുന്നു, സന്തോഷം വരുന്നു, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് സൈഷേട്ടൻ ഫാർമസി കയറി മരുന്നെല്ലാം മേടിച്ച് ഞങ്ങൾ പോവാണ്. സൈഷേട്ടൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ല ഹാപ്പിയായി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് കഴിക്കാൻ വേണം, നമുക്ക് ബിരിയാണി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ എനിക്ക് ബിരിയാണി ഒന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ. എനിക്ക് അമ്പലത്തിൽ ഏതെങ്കിലും സദ്യ ചോറ് സാമ്പാറും ചോറുന്നില്ലാണ് തോന്നിയത്. അത് ഞാൻ നേരെ ചന്തയിൽ പോയി കുറച്ച് മലക്കറിയൊക്കെ മേടിച്ചിട്ട്, പിന്നെ നല്ല ചൂടായിരുന്നു, അത് കാരണം നമ്മളൊരു കടയിൽ കയറി മോരും വെള്ളം കഴിച്ചു. അതിൻ്റെ അടുത്ത് തന്നെയാണ് അബിക്കുട്ടന് ടോയ്സ് മേടിക്കുന്ന കട. അപ്പോൾ എപ്പം ആശുപത്രി വന്നാലും അബിക്കുട്ടന് ടോയ്സ് മേടിക്കാൻ ഞങ്ങൾ പോകുന്നില്ല കേട്ടോ, കാരണം അവൻ നിർബന്ധം പിടിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ നല്ല ഫാൻസി ഐറ്റങ്ങളൊക്കെ ഉണ്ട്, എനിക്കുള്ള ആവശ്യത്തിനുള്ള കുറച്ച് പൊട്ടൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ സൈഷേട്ടൻ നമുക്ക് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ബിരിയാണി വേണ്ട. പോകുന്ന വഴിക്ക് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്, ട്രെയിൻ പാസ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ട്രെയിനിൽ പോയി നമ്മൾ കേരളത്തിലെത്താം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സൈഷനോട് പറഞ്ഞു എനിക്ക് ഏതെങ്കിലും അമ്പലത്തിൽ ചോറ് മേടിച്ച് തരാൻ പറഞ്ഞു, എനിക്ക് കൊതിയായിട്ടും പാടില്ല. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ ഏത് ഏരിയ നോക്കിയാലും എല്ലാ അമ്പലങ്ങളിലും ഉത്സവവും സദ്യയൊക്കെ കാണും ഉച്ചയ്ക്ക്. അങ്ങനെ ആദ്യം കണ്ട അമ്പലത്തിൽ ഞങ്ങൾ കയറി കേട്ടോ. ഭാഗ്യത്തിന് തിരക്കൊന്നും ഇല്ലായിരുന്നു, നല്ലൊരു സദ്യ കഴിച്ചു കേട്ടോ. 3 കൂട്ടം തൊടുകറിയും വെച്ചിട്ട് സാമ്പാറും രസം മോര് ഒക്കെ കൂട്ടി നല്ലവണ്ണം അടിപൊളിയായിട്ട് സദ്യ കഴിച്ചു. പിന്നെ അടപ്പായസമായിരുന്നു എൻ്റെ ഫേവറേറ്റ് പായസമാണ്, അടപ്പായസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആബിക്കുട്ടൻ്റെ ചോക്കോബാറും മേടിച്ച് കൊടുത്തിട്ട് ഇതാണ് തമിഴ് ക്ഷേത്രമാണ് കേട്ടോ. ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് നല്ല ചൂട്, ഞങ്ങൾ ആകെ ടയേർഡായിട്ട് ഫുഡ് കഴിച്ചപ്പോൾ നല്ല ഓക്കെ കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ നല്ലവണ്ണം പെട്ടുപോയി. വീട്ടിലേക്ക് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ മെറ്റിലെ കൊണ്ടേക്കുന്നു, അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട്. അപ്പം നമ്മുടെ അടുത്ത് സൈഡിലൂടെ പോകാൻ അവിടെ പറഞ്ഞു കേട്ടോ. പണിക്കാരൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ അബിക്കുട്ടൻ എപ്പോൾ കുഴി വീഴേണ്ടായിരുന്നു, ഞാൻ പിടിച്ചില്ലായിരുന്നു, നല്ലവണ്ണം വന്ന് വീഴാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എങ്ങനെ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോകുന്നു, കാരണം സൈഡ് വഴി ആ ഒരു വിളയിൽ കൂടെയൊക്കെ കയറിയാണ് പോകുന്നത്. അവിടെയൊക്കെ കുഴികളൊക്കെയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തൽക്കാലം വീട്ടിലെത്തി. എന്നാലും അവിടെ സിമെൻ്റൊക്കെ ഇട്ടേക്കണം, ആ റോഡ് വഴിയൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് എനിക്ക് അമ്പലത്തിലെ ആ സദ്യ മനസ്സിൽ നിന്ന് പോകാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന ഉടനെ നമ്മൾ രാത്രിത്തേക്ക് സാമ്പാർ വെച്ചു. പിന്നെ നമ്മൾ നീളം പയർ വെച്ച് തോരൻ വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക്
ഇരുമ്പമ്പുളി അച്ചാറുണ്ടായിരുന്നു, അത് രാത്രിത്തേക്ക് എടുത്തു. പിന്നെ മുട്ട ഓംപ്ലേറ്റ് ചെയ്തു കേട്ടോ. മുട്ട ഓംപ്ലേറ്റ് ഞാൻ കഴിച്ചില്ല, സൈഷേട്ടനും അബിക്കുട്ടനാണ് കഴിച്ചത്. അങ്ങനെ വേഗം ചോറ് കഴിച്ചിട്ട് സന്തോഷത്തോടെ വേഗം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്